കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായി ഗവർണർ നൽകിയ പട്ടികയ്ക്ക് സ്റ്റേ ഇല്ല. നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇടക്കാല ഉത്തരവ് നൽകാനാകില്ലെന്നും കോടതി പറഞ്ഞു. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഈ വിവാദങ്ങളുടെ തുടക്കം ഈ കേരള സർവകലാശാലയ്ക്ക് മുൻപ് കാലിക്കറ്റ് സർവകലാശാലയിലായിരുന്നു. ഈ സെനറ്റിലേക്ക് ചാൻസലർ ഗവർണർ നൽകിയ പട്ടിക ഇപ്പോൾ സ്റ്റേ ഇല്ല എന്നാണ് കോടതി പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇതിൽ പറയുന്നത്? മാധ്യമപ്രവർത്തകരുടെ മണ്ഡലത്തിൽ നിന്നും വ്യവസായികളുടെ മണ്ഡലത്തിൽ നിന്നുമുള്ള പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന രണ്ടുപേരാണ് ഹർജിയുമായി നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്ന് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു. ഇതിൽ ചാൻസലറുടെ പട്ടികയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റിലേക്കുള്ള നിയമനത്തിന് ചാൻസലർ നേരത്തെ നൽകിയ പട്ടികയ്ക്ക് സ്റ്റേ നൽകണം എന്നായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. ഈ പട്ടികയ്ക്ക് സ്റ്റേ നൽകാനാകില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം പട്ടിക നൽകണം, സെനറ്റിലേക്കുള്ള നിയമനത്തിനും സിൻഡിക്കേറ്റിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും അതിനുള്ള പട്ടിക നൽകണമെന്നും നേരത്തെ ചാൻസലർ കൂടിയായ ഗവർണറോട് നിർദ്ദേശം നൽകിയത് ഇതേ സിംഗിൾ ബെഞ്ചാണ്. അത്തരമൊരു നിർദ്ദേശം നൽകി ആ പട്ടിക ചാൻസലർ നൽകുമ്പോൾ അതേ പട്ടിക തന്നെ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് വിജു എബ്രഹാം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത്. ഹർജിക്കാർക്ക് ആവശ്യമെങ്കിൽ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഗവർണർക്ക് ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണെന്ന് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അത് ഈ പ്രകാരം തന്നെയാണ്. അതായത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ചാൻസലർ നൽകിയ പട്ടിക നിലനിൽക്കും. ആ പട്ടികയ്ക്ക് സ്റ്റേ നൽകാനാവില്ല. ആ പട്ടിക അനുസരിച്ച് സെനറ്റിലേക്കുള്ള ബാക്കി തെരഞ്ഞെടുപ്പുകളും കൂടി പൂർത്തിയാക്കി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. സിൻഡിക്കേറ്റിന്റെ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാം എന്ന കാര്യമാണ് സിംഗിൾ ബെഞ്ച് വാക്കാൽ പരാമർശിക്കുകയും ചെയ്തത്. ശരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്കുള്ള പട്ടിക സമർപ്പിച്ചതിലാണ് ഗവർണർക്ക് താൽക്കാലിക ആശ്വാസമുള്ളത്. കോടതി ഇത് സ്റ്റേ ചെയ്യാനാകില്ലെന്നും പറയുകയാണ്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.